ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അഖിൽ മാരാർ വീണ്ടും എയറിൽ നിന്ന് എയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അഖിൽ മാരാറിൻ്റെ പേരിൽ ഒരു കേസ് വന്നിരിക്കുകയാണ് ഇപ്പോൾ. നമുക്ക് ആ കേസിനെ കുറിച്ചുള്ള വാർത്തയുടെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം. കഴിഞ്ഞ ദിവസമാണ് അഖിൽ മാരാർ പഹൽഗാം വിഷയം ഉയർത്തി ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പങ്കുവച്ചത്. ഇതിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ പോലും പിടികൂടിയില്ലെന്നും ഇന്ത്യ ബലൂചിസ്ഥാന് ആയുധങ്ങൾ നൽകി പാകിസ്ഥാനിൽ സംഘർഷം സൃഷ്ടിച്ചുവെന്നുമാണ് പ്രതികരിച്ചത്. കൂടാതെ സാധാരണക്കാരായ പാകിസ്ഥാനികളെ കൊല ചെയ്തുവെന്നും മറ്റൊരു കരുത്തരായ രാജ്യത്തിന്റെ അടിമകളായി ആത്മാഭിമാനമില്ലാത്തവരായാണ് നമ്മുടെ ഭരണാധികാരികളും സേനയും നിലകൊള്ളുന്നതെന്നുള്ള വിമർശനമാണ് അഖിൽ മാരാർ വീഡിയോയിൽ പറഞ്ഞത്. ഈ വിഷയം ഉയർത്തിക്കൊണ്ട് BJP കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസിലേക്ക് നയിച്ചത് എന്താണെന്ന് കൂടെ അറിയണ്ടേ? നമ്മുടെ അഖിൽ മാരാർ ഫേസ്ബുക്കിൽ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഭാഗമൊക്കെ ഇപ്പം ആ ലൈവ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാലും നമുക്ക് എന്താണ് അഖിൽ മാരാർ പറഞ്ഞത് എന്നുള്ള സംഭവം ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വരാം. ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചുകൊണ്ടിരുന്നു. ആ പാവങ്ങളെ ഇവന്മാർ നാളെ ചുരുട്ടും. ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ തമ്മാടിത്തരം ഇന്ത്യൻ ജനതയോടല്ല, സത്യത്തിൽ ബലൂചിസ്ഥാനിലെ ജനതയോടെയാണ്. അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിൽ ഒരു എംബസി തുറക്കാൻ വേണ്ടിയിട്ട് താണ്ട ഈ നിമിഷം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്ന പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വലിഞ്ഞു കളഞ്ഞത്. അമേരിക്ക പറയുന്നത് കേട്ട് വലിഞ്ഞു കളഞ്ഞത്. ഒരാത്മാഭിമാനവും ഇല്ലാത്ത ഭരണാധികാരിയാണെന്ന് ഇന്ത്യയിൽ ഏതൊരു പൗരനും പറയാൻ പറ്റുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നതെന്നും നമ്മുടെ ജനം TVയും RSSൻ്റെ ഒരു വിഭാഗവുമായിട്ടാണ് ആളുകളാണ് ഇതിന് കേസ് കൊടുത്തിരിക്കുന്നത് കൊട്ടാരക്കരയിൽ. അപ്പം ഇവർ അഖിൽ മാരാർ ചെയ്ത കാര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, നമുക്ക് അതുകൂടെ കാണാം. കാരണം അഖിൽ മാരാർ പറയാത്ത കാര്യങ്ങൾ കൂടി ഇതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഭാഗം ആളുകൾ പറയുന്ന എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കാരണം അഖിൽ മാരാർക്കെതിരെ പരാതി കൊടുക്കാനുണ്ടായ കാരണം എല്ലാവർക്കും വ്യക്തമാണ്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുണ്ട്. അദ്ദേഹം 11-ാം തീയതി മെനഞ്ഞാന്ന് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അതായത് ഫേസ്ബുക്ക് പേജിലൂടെ പൂർണ്ണമായും ഒരു രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത്, നമുക്കറിയാം പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് രാജ്യം ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്ന് പാകിസ്ഥാനെ നേരിടുമ്പോൾ ആ സാഹചര്യത്തിൽ നമ്മുടെ സൈന്യം, നമുക്കറിയാം നമ്മുടെ ജീവൻ കാക്കുന്ന സൈന്യത്തിന് ജീവൻ മരണ പോരാട്ടം നടക്കുന്ന ഈ സമയത്ത് എല്ലാവരും പ്രാർത്ഥനകളും വഴിപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ പറയാം. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ അക്രമികളെ പിടികൂടിയിട്ടില്ലെന്നും പകരം പാകിസ്ഥാനിലെ സാധാരണക്കാരെയാണ് ഭാരതം കൊന്നിട്ടുള്ളതെന്നുമുള്ള രാജ്യവിരുദ്ധ പ്രസ്താവനയാണ്. അദ്ദേഹത്തിന് ആരാണ് ആ വിവരം പുറത്തുവിട്ടത്? അത് അദ്ദേഹം വ്യക്തമാക്കണം. അദ്ദേഹത്തിന് പാകിസ്ഥാനുമായി ബന്ധമുണ്ടോ? ഒരു ഭീകരരെയും ബാധിച്ചിട്ടില്ല എന്ന് വ്യക്തമായ ആൾ ആധികാരികമായി പറയാൻ എന്ത് തെളിവാണുള്ളത്? ഭാരതം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ ചോദ്യത്തിനൊന്നും മറുപടി പറയാതെ അഖിൽ മാരാർ വില കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഈ തോന്നിവാസങ്ങൾ രാജ്യത്തിന് അപമാനകരമാണ്, രാജ്യവിരുദ്ധ കുറ്റമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചിന്തിക്കണം, ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം. അതായത് ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്ക് ഭാരതം സാമ്പത്തികം കൊടുത്തും ആയുധങ്ങൾ കൈമാറിയും പാകിസ്ഥാനിൽ സംഘർഷമുണ്ടാക്കുന്നു. അതായത് ബലൂചിസ്ഥാനികളെ കൊണ്ട് അവരെ വഞ്ചിക്കുന്നു, അവർക്ക് പണം കൊടുക്കുന്നു, അവർക്ക് ആയുധം കൈമാറുന്നു. ഈ അഖിൽ മാരാരുടെ മുമ്പിൽ വെച്ചാണോ ഭാരതം ഈ ബലൂചിസ്ഥാനികൾക്ക് ആയുധം കൈമാറിയത്? അപ്പോൾ ആ വിവരങ്ങൾ എവിടുന്ന് കിട്ടുന്നു? അഖിൽ മാരാർ ഒരു പൊതുപ്രവർത്തകനായിരുന്നു. അയാൾ ഒരു ബിഗ് ബോസ് വിന്നറായ സെലിബ്രിറ്റിയായി മാറിക്കഴിഞ്ഞ ഒരാളാണ്. അയാൾ എത്തരത്തിലൊരു പ്രസ്താവന ഉന്നയിക്കുമ്പോൾ വളരെയധികം ആലോചിച്ച് ചെയ്യേണ്ടതിന് പകരം ആർക്കോ വേണ്ടി, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എന്തെങ്കിലും വ്യക്തിപരമായ ഒരു സീറ്റോ അല്ലെങ്കിൽ പദവിയോ മോഹിച്ചുണ്ടാവുന്ന ഒരു വില കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു രാജ്യവിരുദ്ധ കുറ്റമാണ്. അദ്ദേഹം പറഞ്ഞ ബലൂചിസ്ഥാനികൾക്ക് കൊടുത്തിട്ടുള്ള കാര്യം, ആരാണ് ഈ ബലൂചിസ്ഥാനികൾക്ക് ഭാരതം സാമ്പത്തികവും ആയുധവും കൈമാറുന്നുള്ള വിവരം അഖിൽ മാരാറിന് കൊടുത്തിട്ടുള്ള? അഖിൽ മാരാർ എണ്ണി ചോദിക്കുമ്പോൾ BJPയും ചോദിക്കുന്നു. BJP എണ്ണി അഖിൽ മാരാർ ചോദിക്കുന്നതിനേക്കാളും ഒരു തട്ട് മേളിൽ നമ്മൾ ചോദിക്കും, യാതൊരു സംശയവുമില്ല. അഖിൽ മാരാർ ചോദിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരെ പിടികൂടിയിട്ടുണ്ടോ? അപ്പോൾ ഭാരതം പോലും പുറത്തുവിടാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് കൃത്യമായി അഖിൽ മാരാർ പുറത്തുവിടുന്നത്? അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കൃത്യമായിട്ട് അഖിൽ മാരാർക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് വേണം ഞങ്ങൾ സംശയിക്കുവാൻ. അതുകൊണ്ട് BJP കൃത്യമായി രാജ്യവിരുദ്ധ കുറ്റത്തിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊട്ടാരക്കര SHOയ്ക്ക് പരാതി നൽകി. ഇപ്പോൾ NIAയ്ക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജിക്കും ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്ജിക്കും നരേന്ദ്രമോദിജിക്കും
പരാതികൾ അയച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അടിയന്തരമായി ഈ രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയിട്ടുള്ള അഖിൽ മാരാരെ കേസെടുത്ത് ജയിലിലടയ്ക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിക്ക് പറയാനുള്ളത്. ഇതൊരു തെറ്റായ സന്ദേശമാണ്. അതുപോലെ അഖിൽ മാരാർ ഇട്ട പോസ്റ്റ് എവിടെ പോയി? ആ പോസ്റ്റിൻ്റെ റെക്കോർഡും അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ നമ്മൾ സൂക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് പറയാൻ സാധിച്ചത്. ഇതിൽ ഇവർ പറയുന്നതിൽ ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങളോടുണ്ട് കേട്ടോ. കാര്യം അഖിൽ മാരാറിൻ്റെ ലൈവ് നമ്മളതാണ് ആദ്യമേ ഇവിടെ ടെലികാസ്റ്റ് ചെയ്തത്, ഈ വീഡിയോ കാണിച്ചത്. അപ്പം അഖിൽ മാരാർ ഒരിടത്തും പറഞ്ഞിട്ടില്ല പാകിസ്ഥാനിലെ പാവപ്പെട്ടവരെയാണ് ഇന്ത്യക്കാർ ആക്രമിച്ചതെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞേക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ബലൂചിസ്ഥാനിലെ ആളുകൾക്ക് ഇന്ത്യക്കാരാണ് ആയുധങ്ങൾ കൊടുത്ത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നൊരു പ്രസ്താവനയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പറയാത്ത കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ അഖിൽ മാരാർ ഇതിൻ്റെ രംഗത്ത് വന്നിട്ടുണ്ട്, തൻ്റെ നിരപരാധിത്വം പറഞ്ഞിട്ട്. നിരപരാധിത്വം അദ്ദേഹം പറഞ്ഞതെല്ലാം ക്ഷമ ചോദിക്കുമൊന്നുമല്ല, അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ പറയുന്നുണ്ട്. നമുക്ക് അഖിൽ മാരാർ പറയുന്നത് കേട്ടിട്ട് വരാം. ആ ഒരേ ഒരു തെറ്റ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും നമ്മളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം എന്റെ വായിൽ നിന്ന് വന്നു. അത് രാജ്യവിരുദ്ധത എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചാലും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം ബലൂചിസ്ഥാൻ ആർമി എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തിനാണ്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ ടെററിസ്റ്റ് കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യ എടുക്കുന്ന അതേ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഭാഗം, പാകിസ്ഥാനിൽ ഉൾപ്പെട്ട പാകിസ്ഥാനെതിരെ സംസാരിക്കുന്ന ഇന്ത്യൻ ജനത പാകിസ്ഥാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത സമയത്ത് പാകിസ്ഥാനെതിരെ ഒരേ സമയം അറ്റാക്ക് ചെയ്ത ഒരു ഭാഗത്തിനെ ഇന്ത്യ സഹായിച്ചിരുന്നു എന്ന ഒരു കാര്യം ആർമിയിലെ എനിക്കറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ BJPയുടെ തന്നെ പല നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു വാചകമായിരുന്നു. ആകെ എന്റെ ഭാഗത്തു നിന്ന് ഒരു പബ്ലിക്കിനിടയിൽ സംസാരിച്ചപ്പോൾ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരേ ഒരു BJP മണ്ഡലം കമ്മിറ്റി എനിക്കെതിരെ കൊട്ടാരക്കരയിൽ ഒരു പരാതി കൊടുത്തു. അതിൽ അവർ പറഞ്ഞിട്ടുള്ളതിൽ ഞാൻ വീണ്ടും പറയുന്നു, ഈ ബലൂചിസ്ഥാൻ വിഷയത്തിനകത്ത് എനിക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ സ്വയം അഡ്മിറ്റ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ആ വിഷയത്തിനകത്ത് അടിസ്ഥാനം ഉന്നയിക്കത്തക്ക തെളിവുകൾ നൽകാൻ കഴിയില്ല. പക്ഷേ ഉന്നയിച്ച കാര്യങ്ങളോ മറ്റു വിഷയങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് ഇന്ത്യയിലെ പലരും പറയില്ല എന്നുള്ള ഉറച്ച ബോധ്യവും എനിക്കുണ്ട്. പക്ഷേ അതേസമയം തന്നെ കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റി അവിടെ പറഞ്ഞു വെച്ചേക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ നിരായുധരെ കൊല്ലുന്നു എന്ന് ഞാൻ പറഞ്ഞുവെന്ന്. ഞാൻ ഒരിടത്ത് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം എന്റെ ലൈവിൽ വളരെ വ്യക്തമാണ്. അഖിൽ മാരാറിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടല്ലോ. അഖിൽ മാരാർ പറയുന്ന ഒരു കാര്യം സത്യമാണ്. അഖിൽ മാരാറിനെ ഇപ്പം ഞാൻ ഉൾപ്പെടെ എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അഖിൽ മാരാറിനെ എനിക്ക് ഇഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തമായ നിലപാടുകളോട് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇപ്പം നമുക്ക് നിലപാടുകൾ അറിയിക്കാനും നമ്മുടെ എതിർപ്പുകൾ പ്രകടിപ്പിക്കാനൊക്കെ ജനാധിപത്യ വ്യവസ്ഥയിൽ അവകാശമുണ്ട്. പക്ഷേ ഇത്രയും ഒരു ക്രൂഷ്യൽ മൊമെൻ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിന് എതിരായിട്ട് പറയുക എന്ന് പറയുന്നത് അത്ര യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല. അതിനെ നമ്മൾ അനുകൂലിക്കുന്നില്ല. എന്തായാലും എയറിൽ നിന്ന് എയറിലേക്ക് എന്ന് തന്നെ പറയണം കേട്ടോ. അഖിൽ മാരാർ വീണ്ടും വീണ്ടും വിവാദമായ പ്രസ്താവനകൾ ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെ രംഗത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇതിൽ പറയാത്ത കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും അഖിൽ മാരാർ കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്, അതും കൂടെ കുറച്ചൊന്ന് കേട്ടിട്ട് വരാം നമുക്ക്. ഞാൻ നിലപാടെടുക്കുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങളിലാണ് ഞാൻ സംസാരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇന്നലെ വരെ നല്ലതായിരുന്നു നിങ്ങൾക്ക് തോന്നി, ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത നിലപാട് നിങ്ങൾക്ക് ശരിയല്ലാന്ന് തോന്നി. നിങ്ങൾ ഒറ്റയടിക്ക് തന്നെ എനിക്കൊരു പട്ടം പതിച്ചു തരികയാണ് ഉണ്ടായത്. എന്നാൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇപ്രകാരം ചിന്തിച്ചോ? അഖിൽ മാരാർ ഇന്നലെ വരെയും രാജ്യത്തിന്, ഞാൻ നിങ്ങൾക്കെന്ന് പറയുന്ന രാഷ്ട്രീയത്തിനല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾക്കുമല്ല, ഞാൻ ഈ രാജ്യത്തിന് അനുകൂലമായി സംസാരിച്ചിട്ടുള്ള ഒരാളാണെന്ന് നിങ്ങളിൽ ഒരാളെങ്കിലും പറഞ്ഞോ? നിങ്ങളിൽ ഒരാളെങ്കിലും ചിന്തിച്ചോ? ഇല്ല. പകരം നിങ്ങൾ നേരെ കൊണ്ടുപോയിട്ട് അതായത് ഇവിടുത്തെ നമ്മുടെ, ഞാൻ പലപ്പോഴും കടന്നാക്രമിച്ചിട്ടുള്ള വിഭാഗമാണ് ഈ രാജ്യത്തെ സുഡാപ്പികൾ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റും പ്രവർത്തകർ. ഈ രാജ്യത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ ഭീകരപ്രവർത്തനം നടത്തുന്നവർ, അവരിലെ ഒരാളെ പോലെ നിങ്ങൾ എന്നെ കാണാൻ ശ്രമിച്ചു. അവിടെയാണ് ആകെ തോന്നിയിട്ടുള്ള, നിങ്ങളോട് തോന്നിയ പരമപുച്ഛം. ഈ നാട്ടിൽ നിങ്ങളോട്, അതായത് ഇന്നലകളിൽ നീയൊക്കെയാണല്ലോ എന്നെ അനുകൂലിച്ചത് എന്ന് തോന്നിയിട്ടുള്ള പരമപുച്ഛം എനിക്ക് തോന്നിയ ഒരു നിമിഷം അതായിരുന്നു. ഒരു രീതിയിലും ഒരാളെ മനസ്സിലാക്കാതെ, ഒരാൾ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ അന്ധരായ അടിമകളെ പോലെ നരേന്ദ്രമോദി ആയിക്കോട്ടെ RSS ആയിക്കോട്ടെ പറയുന്ന കാര്യങ്ങളെ പഞ്ചപുച്ഛമടക്കി വിശ്വസിച്ച് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വെറും തലയ്ക്ക് ബോധമില്ലാത്ത മനുഷ്യരായി മാറിയല്ലോ എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ. എന്തായാലും അഖിൽ മാരാർ പെട്ടു. കാര്യം നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിയല്ല അഖിൽ മാരാർ. പക്ഷേ എന്നിരുന്നിട്ട് പോലും ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മുടെ ഡിഫൻസിനെ എതിർക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ പറയുക ഒക്കെ ചെയ്ത് വളരെ മോശമായിപ്പോയി എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എന്തായാലും പക്ഷെ അതിനെ ഉപയോഗിക്കാനായിട്ട് ഒരു കൂട്ടം ആളുകൾ വന്നു. അവർ കേസ് ഫയൽ ചെയ്തു. കേസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ, അവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും കേട്ടു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ തുടർ നടപടികൾ എന്താകുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പം എന്തായാലും ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ കേസിൻ്റെയൊക്കെ മുന്നോട്ട് പോക്കുന്നതൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ ചർച്ച ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളായിരുന്നു. എന്തായാലും അഖിൽ മാരാറിനോടൊപ്പമുള്ളവരും അഖിൽ മാരാറിനെ വിമർശിക്കുന്നവരും എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്ത് കമൻറ്റ് നിങ്ങൾക്ക് അതിൽ പറയാൻ വേണ്ടി നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള കമൻറ്റ്സ് ആണെങ്കിലും എന്ത് പറയാൻ, തെറി വിളിക്കരുത്, അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ ഒരു ലൈക്കും ഒരു കമൻറ്റും തരിക എന്നുള്ളത് നിങ്ങളുടെ ഒരു കടമയാണ് കേട്ടോ. നിങ്ങളത് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.